ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ജീവഹാനി സംഭവിച്ചത് ചെറുപ്പക്കാർക്കാണ്. വയസ്സായകളും മരിച്ചു കഴിഞ്ഞാൽ വലിയ സങ്കടമില്ല, ആൾ വയസ്സായില്ലെന്ന് പറഞ്ഞ് സമാധാനപ്പെടാം. ചെറുപ്പക്കാരങ്ങനെയല്ല, ഇരട്ടി വയസ്സ് ആകുന്നതിന് മുമ്പ് അവറ്റകൾ മരിച്ചു പോകണം. ആക്സിഡൻ്റ് ആയാലും ഹാർട്ട് അറ്റാക്ക് ആയാലും ഒക്കെ. അപ്പോൾ സർവേശ്വരനോട് അച്ഛനമ്മമാരുടെ ഒരു സങ്കടമാണ് ഞാൻ ഈ പാട്ട് പാടുന്നത്. നിങ്ങൾ കേൾക്കണം, കേൾക്കാതെ പോകരുത്. ഇന്നലെ കൊടകരെ 45 വയസ്സ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കോടീശ്വരനാണ്. തിന്നാനും കുടിക്കാനും ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ തിന്നാൻ വയ്യ. അപ്പോൾ അങ്ങനെ ഒരാൾ മരിക്കുമ്പോൾ അച്ഛനമ്മമാരുടെ ആ സങ്കടം എന്തായിരിക്കും? ആ സങ്കടം ഞാൻ നിങ്ങളിൽ പങ്കുവയ്ക്കുകയാണ്, കേട്ടോളൂ. വിളിക്കല്ലേ തമ്പുരാനേ, വിളിക്കല്ലേ തമ്പുരാനേ, സീനിയോട്ടി മറികടന്ന് വിളിച്ചിടല്ലേ. വിളിക്കല്ലേ തമ്പുരാനെ, വിളിക്കല്ലേ ആരെയും, സീനിയോട്ടി മറികടന്ന് വിളിച്ചിടല്ലേ. 90 100 വയസ്സു കഴിഞ്ഞവരേറെ ഭൂമിയിൽ ഇഴഞ്ഞിഴഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. തിന്നാനും വയ്യാതീരെ, കുടിക്കാനും തീരെയില്ല, മാനം നോക്കി കിടക്കുന്നു നിശ്ചലമായേറെ കാലം. മാനം നോക്കി കിടക്കുന്നു നിശ്ചലമായേറെ കാലം. വിളിക്കല്ലേ തമ്പുരാനെ, വിളിക്കല്ലേ ആരെയും, സീനിയോട്ടി മറികടന്ന് വിളിച്ചിടല്ലേ. 40 50 വയസ്സാകുമ്പോഴേക്കും തിരിച്ച് വിളിക്കുന്നത് ശരിയാണോ? ജീവിക്കാൻ സൗകര്യമുണ്ട്, ആരോഗ്യം നന്നായുണ്ട്. ജീവിക്കാൻ സൗകര്യമുണ്ട്, ആരോഗ്യം നന്നായുണ്ട്. ജീവിത ആശകൾ തീർന്നിട്ടില്ല ഇവർക്ക്, ജീവിത ആശകൾ തീർന്നിട്ടില്ല. ഈ സ്ഥിതി തുടർന്നാൽ സ്വർഗത്തിലും ഞങ്ങൾ സമരപന്തലൊന്നു വെച്ച് കെട്ടും. സ്വർഗത്തിലും പക്ഷഭേദം തുടങ്ങിയോ? കൈമണി എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ? വിളിക്കല്ലേ തമ്പുരാനെ, വിളിക്കല്ലേ ആരെയും, സീനിയോട്ടി മറികടന്ന് വിളിച്ചിടല്ലേ. സീനിയോട്ടി തിരികടന്ന് വിളിച്ചിടല്ലേ. താങ്ക് യു.